ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അങ്ങനെ യോസേഫ് ചെന്നു. എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുമാടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്തു നിന്ന് വന്നു. ഗോശേർ ദേശത്തിരിക്കുന്നു എന്ന് ഫറവോനെ ബോധിപ്പിച്ചു. പിന്നെ അവൻ തൻ്റെ സഹോദരന്മാരിൽ 5 പേരെ കൂട്ടിക്കൊണ്ടു ചെന്നു ഫറവോന്റെ സന്നിധിയിൽ നിർത്തി. അപ്പോൾ ഫറവോൻ അവൻ്റെ സഹോദരന്മാരോട് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചതിന് അവൻ ഫറവോനോട് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരാകുന്നു എന്ന് പറഞ്ഞു. ദേശത്തു താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. കനാൻ ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കിയാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചിലില്ല. അടിയങ്ങൾ ഗോശേർ ദേശത്ത് പാർത്തുകൊള്ളട്ടെ എന്നും അവൻ ഫറവോനോട് പറഞ്ഞു. ഫറവോൻ യോസേഫിനോട് നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ. മിസ്രയീം ദേശം നിന്റെ മുൻപാകെ ഇരിക്കുന്നു. ദേശത്തിലേക്കും നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്കാം. അവർ ഗോശേർ ദേശത്തു തന്നെ പാർത്തുകൊള്ളട്ടെ. അവരിൽ പ്രാപ്തന്മാരുണ്ട് എന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എൻ്റെ ആടുമാടുകളുടെ മേൽവിചാരകന്മാരാക്കി വെക്കുക എന്നും കൽപ്പിച്ചു. യോസേഫ് തൻ്റെ അപ്പനായ യാക്കോബിനെയും അകത്തു കൊണ്ടുചെന്നു അവനെ ഫറവോന്റെ സന്നിധിയിൽ നിർത്തി. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. യാക്കോബ് ഫറവോനോട് എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടവുമത്രേ. എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പോയി. അനന്തരം യോസേഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും കൂടി പാർപ്പിച്ചു. ഫറവോൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിസ്രയീം ദേശത്തിലേക്കും നല്ല ഭാഗമായ രമേസേസ് ദേശത്ത് അവകാശവും കൊടുത്തു. യോസേഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പൻ്റെ കുടുംബത്തെയും അവരെയൊക്കെയും കുഞ്ഞു കുട്ടികളുടെ എണ്ണത്തിനൊത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു.